ഞാനല്ലല്ലോ കണ്ടുപിടിക്കുന്നത്, പോലീസാണ് കണ്ടുപിടിക്കുന്നത് RSS ആണോ അല്ലെന്ന്. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല. എനിക്കറിയില്ല. പലരും പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ എനിക്കറിയില്ല. മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തപ്പോൾ ആൾക്കൂട്ടം ചെയ്തു എന്നാണ് പറഞ്ഞത്, അല്ലാതെ RSS ചെയ്യുന്നില്ല. RSS ആണ് ചെയ്തതെന്ന് പോലീസ് കണ്ടുപിടിച്ചാൽ പറയാം. ആരായാലും കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നുള്ള കർശനമായ നിലപാടാണ്. അവരുടെ രാഷ്ട്രീയമല്ലല്ലോ പ്രശ്നം. അപ്പൊ മധുവിനെ കൊല ചെയ്ത ആരാ? CPM കാരല്ലേ അല്ലേ? മധുവിനെ കൊല ചെയ്തവരിൽ CPM കാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ അറിയപ്പെടുന്ന CPM കാരുണ്ടായിരുന്നു. ഇത് RSS ആണോ CPM ആണോ കോൺഗ്രസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. അവരുടെ പശ്ചാത്തലം എന്താണെന്ന് അത് അത്ര മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഞങ്ങളോട് നിരവധി പ്രാവശ്യം എന്നെ കണ്ടിരുന്നു, അദ്ദേഹം നിഷേധിക്കുന്നില്ല. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലക്കച്ചവടമൊന്നും ഇല്ലല്ലോ ഒരുമിച്ച്. എല്ലാം കേട്ടോ, എന്നെ വന്ന് കണ്ടിരുന്നു, അതൊന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ ചെന്ന് കണ്ടിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിരന്തരം കണ്ടിരുന്നു. ഇന്നലെ ഞങ്ങൾ അറിയിച്ചിരുന്നു, പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അറിയിച്ചത്. ഇന്ന് ഞാൻ വിളിച്ചിട്ട് കിട്ടായിരുന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ അറിയിച്ചത്. അദ്ദേഹത്തെ ഇന്ന് UDF ഇങ്ങനെ ഇതായിട്ട് എടുക്കുന്നുണ്ടെന്ന്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം 5:42 7:41 എന്നോട് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ വിവരം പറയുകയും ചെയ്തു അദ്ദേഹത്തോട്. ഇന്ന് രാവിലെ അദ്ദേഹം മാറിയത് എന്താണെന്നറിയില്ല. അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. അത് സത്യമാണ്. അസോസിയേറ്റ് മെമ്പറാക്കി അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് വേണ്ട, ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. അദ്ദേഹം നിരവധി പ്രാവശ്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ അടുത്തും തിരുവഞ്ചൂർ രാധാകൃഷ്ണനടുത്തും രമേശ് ചെന്നിത്തലടുത്തും അടക്കം ഞങ്ങളത് ആദ്യത്തെ UDF യോഗത്തിൽ വെച്ചിട്ട് അവരെല്ലാവരോടും ചർച്ച ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. NDAയിലെ 2 ഘടകകക്ഷികളാണ് ഇങ്ങോട്ട് പോരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലാന്ന് എല്ലാ ഘടകകക്ഷികളും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അസോസിയേറ്റ് മെമ്പറായിട്ട് വെച്ചു. അസോസിയേറ്റ് മെമ്പറായിട്ട് വരാൻ അദ്ദേഹത്തിന് സൗകര്യമില്ല, അദ്ദേഹം വരേണ്ട, അവരുടെ ഇഷ്ടമല്ല, അവരൊരു പാർട്ടിയല്ലേ. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഇനി അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു, അത് എല്ലാവരും തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇവരെല്ലാവരും അൻവറിന്റെ തന്നിട്ടുണ്ട്, ഇവരെല്ലാവരും അല്ലാതെ ഞങ്ങളായിട്ട് അദ്ദേഹം ഞങ്ങളെയൊക്കെ കണ്ടതെന്തിനാ പിന്നെ? ഞങ്ങളെല്ലാം കണ്ടതെന്തിനാ പിന്നെ? അതാണല്ലോ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചെന്തിനാ? ഇന്നലെ വൈകുന്നേരം 5:42 7:41 എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനത് കോൾ റെക്കോർഡ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇന്ന് രാവിലെ എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും. അപ്പോൾ നമ്മൾ പറയുന്നത് UDF തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. അസോസിയേറ്റ് മെമ്പർ ആവുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് UDF ഇന്ന് അപ്പം ഞങ്ങളെല്ലാവരും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചേക്കാൻ 3 പേരുടെ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.